ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്ന 2025 ഏപ്രിൽ മാസഫലം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ഏപ്രിൽ മാസത്തിൻ്റെ ഗുണാനുഭവം എന്തൊക്കെയാകും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ധനുക്കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ഗുരു 6 സ്ഥിതി തുടരുന്ന സമയമാണ്. സൂര്യനാണെങ്കിൽ ഏപ്രിൽ 14 4-ാം ഭാവരാശിയിൽ നിന്നും 5 ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വ ഏപ്രിൽ 3 7 നിന്നും അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. ബുധൻ 4 സ്ഥിതി ചെയ്യുന്നു. ഏപ്രിൽ 7 മുതൽ ആ 4 നിൽക്കുന്ന ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാവുന്നു. ശുക്രൻ 4 ഉച്ചസ്ഥിതനാണ്. ഏപ്രിൽ 13 മുതൽ ആ ഉച്ചസ്ഥിതനായിട്ടുള്ള അവിടെ വക്രത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നേർസഞ്ചാരത്തിൽ വരുന്നു. ശനിയാണെങ്കിൽ 4 സ്ഥിതി തുടരുന്നു. അതായത് കണ്ടക ശനിയാണ് ധനുക്കൂറുകാർക്ക് വരുന്നത്. 4 രാഹുവുണ്ട്, അതുപോലെ 10 കേതുവും ഉള്ള സമയമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് ധനുക്കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം. ജന്മ ലഗ്നരാശ്യാധിപൻ 6-ലാണ്. അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ 4-ലാണ്. ഗുരുശുക്ര പരിവർത്തന യോഗമുള്ള സമയമാണ്. അപ്പോൾ 4 പ്രത്യേകിച്ച് സൂര്യനും ബുധനും ശനിയും ശുക്രനും രാഹുവും ഒക്കെ ഉള്ള സമയമാണ്. അഷ്ടമത്തിൽ ചൊവ്വ 12-ാം ഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ വരുന്നത് വിപരീത രാജയോഗമാണ്. ബുധനാണെങ്കിൽ നീചസ്ഥിതനാണ്, എങ്കിലും ബുധന് നീചഭംഗമുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ അല്പ കെയർ വേണം. അതുപോലെ ഈ വാഹനം, പ്രത്യേകിച്ച് 8 ആ ചൊവ്വ നിൽക്കുന്ന സമയം കൂടിയാണ്. 4 രാഹുവുണ്ട്, ശനിയുണ്ട്, 2 തമോഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ആരോഗ്യസ്ഥിതിയൊക്കെ പൊതുവെ നോർമലായിരിക്കും, എങ്കിലും 2-ലും 3-ലും ഒക്കെ ആ കുജൻ്റെ ദൃഷ്ടി ഉണ്ട്. ഇപ്പോൾ 2-ഉം 3-ഉം ഭാവാധിപൻ ശനിയാണ്. ആ ശനിയാണെങ്കിൽ 4 കണ്ടകസ്ഥാനത്താണ്. അപ്പോൾ അതിനാൽ നമ്മൾ കഴിവതും ഈ ചിലർക്ക് ഇപ്പോൾ ENT സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ നമ്മളപ്പോൾ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് കുജൻ്റെ ദൃഷ്ടിയൊക്കെ 2-ൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, അതുകൊണ്ട് ഫാറ്റി ആയിട്ടുള്ള ഫുഡും ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഈ ധനുക്കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ സുഖസ്ഥാനത്ത് 4 നീച രാശിയിലാണ്, എങ്കിലും ആ ബുധന് നീചഭംഗം ഉള്ള സമയമാണ്. ശുക്രൻ 4-ൽ ഉച്ചസ്ഥിതനാണ്, അതുകൊണ്ട് ബുധന് നീചഭംഗം വരുന്നുണ്ട്. അതുപോലെ ബുധൻ 7 മുതൽ ആ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. 10-ലാണെങ്കിൽ കേതു ഉണ്ട്. 10-ലേക്ക് നിരവധി ഗ്രഹങ്ങളുണ്ട്. പ്രത്യേകിച്ച് സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. 9-ാം ഭാവാധിപനാണ് സൂര്യൻ. ഭാഗ്യസ്ഥാനാധിപനായിട്ടുള്ള സൂര്യൻ്റെ ദൃഷ്ടി 10-ൽ വരുന്നുണ്ട്. 10-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ്റെ ദൃഷ്ടി 10-ൽ വരുന്നുണ്ട്. അതുപോലെ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. ശുക്രൻ്റെ ദൃഷ്ടി 10-ൽ വരുന്നുണ്ട്. 6 നിൽക്കുന്ന സേവന സ്ഥാനത്തേക്ക് എന്ന ഗുരുവിൻ്റെ ദൃഷ്ടി 10-ൽ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ പ്രവർത്തന മേഖലയിൽ ആക്റ്റീവാകും, വർക്കിലൊക്കെ ആക്റ്റീവാകും. അപ്പോൾ നമ്മൾ നിരന്തരമായ ഹാർഡ് വർക്കിൻ്റെ ഫലം നമുക്ക് കണ്ടു തുടങ്ങും എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തൊഴിലിടത്ത് എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും എന്ത് ചലഞ്ചസ് ഉണ്ടായാലും അത് ദൃഢനിശ്ചയത്തോടെ തരണം ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും. രവിയും ബുധനും ഒക്കെ ഏപ്രിൽ 7 മുതൽ ആ ബുധൻ വക്രസ്ഥിതി മാറുന്നു. അതുപോലെ സൂര്യനാണെങ്കിൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ 9-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 10-ാം ഭാവാധിപനായിട്ടുള്ള ബുധനുമായിട്ടുള്ള ഒരു കണക്ഷൻ, ധർമ്മകർമ്മ ബന്ധം,
അത് പ്രത്യേകിച്ച് വളരെ ഗുണം ചെയ്യുന്ന ഒരവസ്ഥയാണ് ധർമ്മകർമ്മ ബന്ധം. അതുപോലെ സൂര്യൻ ഭാഗ്യഭാവാധിപൻ ഉച്ചരാശിയിലേക്ക് വരുന്ന സമയമാണ്. ഇപ്പോൾ തൊഴിലിൽ നമുക്ക് ഉയർച്ച, ഭാഗ്യാനുഭവങ്ങൾ ഇവയ്ക്ക് സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് 9ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയാകുമ്പോൾ നമുക്ക് ഈ മേലധികാരികളുടെയൊക്കെ ഒരു 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 ഗൈഡൻസ്, അവരുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ വളരെ ഗുണം ചെയ്യും. അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് തൊഴിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഉച്ചസ്ഥിതനായിട്ട് വരുന്നത് പ്രത്യേകിച്ച് തൊഴിൽ ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ 14 കഴിയുമ്പോൾ പൊതുവെ ഗുണാനുഭവം ഇവർക്കുണ്ടാകും, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനത്ത് ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലെങ്കിൽ സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകൾ അതിലൊക്കെ അപ്പിയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മാസത്തിൻ്റെ പ്രത്യേകിച്ച് സേവന സ്ഥാനത്താണ് ആ ഗുരു നിൽക്കുന്നത്. ആ ഗുരുവിൻ്റെ ഒരു 12ലേക്കുള്ള ഒരു ദൃഷ്ടി, ഗുരു 12ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 6 നിന്നാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ലഗ്നാധിപനായിട്ടുള്ള ഗുരു സേവന സ്ഥാനത്ത് നിന്നുകൊണ്ട് 12ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ സേവനം ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി അതിനനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ബിസിനസ്സുകാർക്ക് 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നീചസ്ഥിതനാണെങ്കിലും നീചഭംഗമുണ്ട്. കാരണം അവിടെ ശുക്രൻ ഉച്ചരാശിയിൽ വരുന്നുണ്ട്. മാത്രമല്ല ബുധന് ഏപ്രിൽ 6 വരെ വക്രസ്ഥിതിയാണ്. അപ്പോൾ ബിസിനസ്സിലൊക്കെ ഒരു 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 മെല്ലപ്പോക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് 7 കഴിയുമ്പോൾ അത് കുറച്ച് മാറി ബിസിനസ്സിലൊക്കെ ഒരു വേഗത, ബിസിനസ്സിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് പോകുന്നതിനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. മാത്രമല്ല കർമ്മസ്ഥാനത്തേക്കൊക്കെ പല ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊതുവെ നമുക്ക് ഏത് തരത്തിലുള്ള കർമ്മമായാലും, അത് ബിസിനസ് ഉൾപ്പെടെയുള്ള ഏത് കർമ്മമായാലും, കാരണം ബിസിനസ് കാരകനും കൂടിയാണ് ബുധൻ. അപ്പോൾ ആ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ 10ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് സംബന്ധമായ വിഷയങ്ങളിൽ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂടും, ബിസിനസ് അനുകൂലമാകും. അതുപോലെ ഈ ബിസിനസ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർത്തവ്യം അത് കൃത്യസമയത്ത് ചെയ്ത് തീർത്ത പോകാനൊക്കെ ഉള്ള ഒരു ശ്രമമൊക്കെ അവരുടെ ഭാഗത്ത് വേണം. ഇപ്പോൾ നമുക്ക് അതുപോലെ വിദേശത്തൊക്കെ ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുവിൻ്റെയൊക്കെ ആ 12ലെ ദൃഷ്ടി ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ അഷ്ടമത്തിൽ വിപരീത രാജയോഗത്തിലാണ്. അപ്പോൾ അതും നമുക്ക് ഈ 12ാം ഭാവസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് അത് സഹായകമാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ 4ലെ സ്ഥിതിയും, ബുധൻ വിദ്യാകാരകനാണ്. ആ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ നീചസ്ഥാനത്താണെങ്കിലും നീചഭംഗമുള്ള സമയമാണ്. ബുധന് വക്രസ്ഥിതി മാറുന്ന സമയമാണ്. അപ്പം പൊതുവെ പഠനാന്തരീക്ഷമൊക്കെ ഗുണപരമാകും എന്ന് തന്നെ പറയാം. 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 14-ന് 5ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അത് പഠനത്തിന് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കും. എങ്കിലും ശുക്രൻ സുഖസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് 4-ൽ ശുക്രനും രാഹുവൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ശുക്രനും രാഹുവും എന്നൊക്കെ പറയുമ്പോൾ കാമത്തിൻ്റെയും ഭ്രമത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ അത്തരത്തിലുള്ള 2 ഗ്രഹങ്ങൾ സുഖസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പഠനത്തിൽ ഒരു ഡൈവേർഷൻ ചിലപ്പോൾ വന്നുകൂടാന്നില്ല. അവിടെ നമ്മളൊരു ജാഗ്രത കൊടുക്കണം. കാരണം നമുക്ക് വിഷയങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധ കൊടുക്കണം. അവസാനത്തെ പകുതിയൊക്കെ പഠനത്തിൽ കോൺസെൻട്രേഷനൊക്കെ കൂടും. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനൊക്കെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും. ഉന്നതമായിട്ടുള്ള വിജയത്തിനൊക്കെ സാധ്യതയുണ്ട്. ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പകുതി, പ്രത്യേകിച്ച് 14 മുതൽ ആ 9ാം ഭാവാധിപൻ ഉച്ചരാശിയിൽ വരുമ്പോൾ ഉന്നത പഠനം നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. പ്രത്യേകിച്ച് അവരുടെ സീനിയർ അധ്യാപകരുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ മാർഗനിർദ്ദേശങ്ങൾ, അവരുടെ ഗൈഡൻസ് പഠനത്തിലും തൊഴിലിലുമൊക്കെ വഴികാട്ടിയാകും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് അതുവഴി അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നേട്ടം അവർക്ക് അവരുടെ അധ്യാപകരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ശനി 4-ലെ സുഖസ്ഥാനത്താണ്.
കണ്ടകസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. 11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 4 ഉച്ചസ്ഥിതിയിലാണ്. അതുപോലെ ആദ്യത്തെ 2 വാരം ശുക്രൻ വക്രത്തിലായിരിക്കും. അതിനുശേഷം ശുക്രൻ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. ധനകാരകനായിട്ടുള്ള ഗുരു 6 നിൽക്കുന്ന സമയമാണ്. അപ്പം ധനാഗമമൊക്കെ നമുക്ക് ഉണ്ടാകും. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്ലോ ഉണ്ടാകണമെന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ധനവയമൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഗുരു 2ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. ആ ഗുരു 12ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. ചൊവ്വാഗ്രഹവും 2ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 8 നിൽക്കുന്ന ചൊവ്വാഗ്രഹം 2ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക. 6 നിൽക്കുന്ന ഗുരുഗ്രഹം 2ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ട് അത് കിട്ടാൻ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി അതുവഴി നമുക്ക് പണം ഉണ്ടാകും. അതുപോലെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ നിന്ന് നമ്മുടെ കയ്യിൽ പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ സുഖസ്ഥാനത്താണ് ഈ ഗ്രഹങ്ങളുടെ എനർജിയൊക്കെ കൂടുന്നത്. 4 ശുക്രൻ, 4 ബുധൻ, 4 രാഹു, 4 ശനി, 4 സൂര്യൻ. അപ്പോൾ ഈ സുഖസ്ഥാനത്ത് 5 ഗ്രഹങ്ങളുടെ എനർജി വരുമ്പോൾ നമ്മൾ ഈ സുഖം ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ചെലവ് കൂടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്ന് കരുതി പോകുന്നത് നല്ലതാണ്. എങ്കിലും ധനവ്യയത്തിൽ ഒരു മാനേജ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, ആ ബുധൻ 4 സുഖസ്ഥാനത്താണ്. ആ ബുധൻ നീചരാശിയിലാണെങ്കിലും നീചഭംഗമുണ്ട്. അതുപോലെ ശുക്രനും സുഖസ്ഥാനത്തുണ്ട്. അതുപോലെ 2 ഗ്രഹങ്ങൾക്കും ബുധനും ശുക്രനും ഒക്കെ തന്നെ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരം വരുന്നുണ്ട്. 7 നിന്ന ചൊവ്വ, ആ ചൊവ്വ പതുക്കെ അഷ്ടമത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം 7 നിന്ന് ചൊവ്വ മാറുമ്പോൾ തന്നെ നമുക്ക് വിവാഹ ആലോചനകളിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ആലോചനകൾ സ്മൂത്താകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ മുമ്പ് വന്ന ആലോചനകൾ തന്നെ വീണ്ടും വരാനുള്ള ഒരു സാധ്യതയും കൂടെ കാണുന്നുണ്ട്. അവസാനത്തെ പേരി ആലോചനകൾക്ക് അനുകൂലമായിട്ടുള്ള സമയം എന്ന് തന്നെ പറയാം. ഇപ്പം കമിതാക്കളുടെയൊക്കെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രണയബന്ധത്തിൽ ചില തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാം. കാരണം ശുക്രനും രാഹുവുമായിട്ടുള്ള ബന്ധം, ശുക്രനും സൂര്യനുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ ഇവിടെ വരുന്നുണ്ട്. അത് ചിലപ്പോൾ അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാം. അതിൻ്റെ പേരിൽ ചെറിയ പിണക്കങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയ വിവാഹത്തിനും ചെറിയ തടസ്സങ്ങളൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. മാരിറ്റൽ റിലേഷൻഷിപ്പ് ചിന്തിക്കുമ്പോൾ പൊതുവെ സന്തോഷകരമാകും. കാരണം ശുക്രനും ബുധനും ഒക്കെ വക്രസ്ഥിതി മാറുന്നുണ്ട്. 7ാം ഭാവാധിപന് വക്രസ്ഥിതി മാറുന്നു, ശുക്രനും വക്രസ്ഥിതി മാറുന്നു. അതുപോലെ 7 നിന്ന കുജൻ അവിടെ നിന്ന് മാറുന്നു. അപ്പോൾ പൊതുവെ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ദമ്പതിമാർക്കിടയിലുള്ള ഡിസ്പ്യൂട്ട്സ് അത് കുറയാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ശുക്രനും രാഹുവുമായിട്ടൊക്കെ ഒരു ബന്ധം ഉള്ള സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് കാമത്തിൻ്റെയും ഭ്രമത്തിൻ്റെയും ഗ്രഹമാണ് ഈ 2 ഗ്രഹങ്ങൾ. അപ്പോൾ ഇവർ രണ്ടും ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കരുതൽ വേണം, ഒരു ജാഗ്രത വേണം. കാരണം ചിലപ്പോൾ എതിർ ലിംഗക്കാരുടെ കെണിയിൽ, ചതിയിൽ, അവരുടെ കബളിപ്പിക്കലിലൊക്കെ ചിലപ്പോൾ പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു ജാഗ്രത വേണം. അതുപോലെ ഈ കുജൻ്റെ ദൃഷ്ടി 2ലും 3ലും ഒക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് പൊതുവെ നമ്മൾ കമ്മ്യൂണിക്കേഷനിലും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കുജൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹമാണ്. അതുപോലെ ഒരു പെട്ടെന്നുള്ളൊരു വികാര ആവേശത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് പ്രകോപനപരമായിട്ടൊക്കെ കഴിവതും റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കിടയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കുടുംബജീവിതം പൊതുവെ നമുക്ക് സന്തോഷകരമാക്കി കൊണ്ടുവരാൻ കഴിയും. അല്പസംയമനമൊക്കെ ആവശ്യമാണ്. എടുത്തു ചാടി ഏത് കാര്യത്തിലും പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ഈ വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ നമുക്ക് കുടുംബത്തിലൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് 4ൽ ശുക്രനുണ്ട്. അപ്പോൾ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടാകും. അതേസമയം ശനി രാഹു ഒക്കെ 4ൽ ഉള്ള സമയമായതുകൊണ്ട് കുടുംബത്തിൽ അല്പം
കാരണം കണ്ടകശനി സമയം കൂടെയൊക്കെയാണ്. അപ്പോൾ കുടുംബത്തിൽ അല്പ സംയമനം, അച്ചടക്കം, ക്ഷമ, സഹനശക്തി ഒക്കെ നിലനിർത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം കുടുംബാന്തരീക്ഷം അനുകൂലമായിരിക്കും. നമുക്ക് കുടുംബ സുഖമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ശനി 4 നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഒരു ഭാഗത്ത് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നവർക്ക് കുടുംബാന്തരീക്ഷം സുഖകരമാക്കാം. ഏപ്രിൽ 2, 3, 6, 7, 18, 19, 30, 31 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ നമുക്ക് പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ, പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള സംരംഭങ്ങളെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എടുക്കുന്നുവെങ്കിൽ അത്തരം സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞതെല്ലാം ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം പറയാം, ഈ ധനുക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാരെല്ലാവരും ധനുലഗ്നക്കാരാണോ? അല്ല. ധനുക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർ, ഇപ്പോൾ ഒരേ നക്ഷത്രക്കാരായാലും ധനുക്കൂറിൽ പെടുന്ന വ്യത്യസ്ത നക്ഷത്രക്കാരായാലും അവർക്ക് ചിലർക്ക് മാത്രമേ ധനുലഗ്നം വരും. ഞാനിവിടെ പറഞ്ഞത് ധനുക്കൂറിൻ്റെയും ധനുലഗ്നത്തിൻ്റെയും ഫലമാണ്. അപ്പോൾ ധനുക്കൂറിൽ പെടുന്ന ധനുലഗ്നമല്ലാത്ത മറ്റു ലഗ്നരാശിയിൽ വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം ധനുലഗ്നമല്ലാതെ വരുന്ന വ്യത്യസ്ത ലഗ്നരാശിക്കാർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവർക്ക് ആ ലഗ്നത്തിൻ്റെ ഫലം, ആ ലഗ്നം രാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ നക്ഷത്രക്കാരന് ഒരു നക്ഷത്രത്തിലുള്ള ഒരു നക്ഷത്രത്തിൽ ധാരാളം വ്യക്തികളുണ്ട്. അപ്പം ആ വ്യക്തികൾക്കും എല്ലാവർക്കും ഒരേ അനുഭവമല്ല, വ്യത്യസ്ത അനുഭവം വരുന്നു. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരേ നക്ഷത്രത്തിൽപ്പെടുന്ന ആളുകൾക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും. ഈ ലഗ്നരാശിയാണ് നമ്മുടെ ഫലപ്രവചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ ലഗ്നരാശി വ്യത്യസ്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അനുഭവങ്ങളിലും ഒരു വ്യത്യാസം അനുഭവപ്പെടും. അതുകൊണ്ട് നമ്മൾ ഈ കൂറുകാർ ലഗ്നരാശി അറിഞ്ഞ് ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ കേൾക്കുക. മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ ഫലത്തിന് തന്നെയാണ്. അതുകൊണ്ട് ലഗ്നരാശി ഏതെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.